ആപ്കി അദാലത്തിൽ DP യാദവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഉത്തർപ്രദേശിൽ ഭയം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. യാദവ് സാർ, ഇത് സത്യമാണോ? ഉത്തർപ്രദേശിൽ, പ്രത്യേകിച്ചും വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ താങ്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ പേടിക്കുകയാണല്ലോ. ഈ DP യാദവിനെ ആർക്ക് വേണമെങ്കിലും തന്റെ സഹോദരനാണ്, സുഹൃത്താണെന്ന് പറയാം. ഞാൻ ഉത്തർപ്രദേശിലെ കാര്യം മാത്രമല്ല പറഞ്ഞത്, ഈ രാജ്യത്തെ മുഴുവൻ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഈ DP യാദവ് ഒരിടത്തും ഭയന്നിട്ടുമില്ല, ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല ഈ കാലം വരെ. ഞാൻ അറിഞ്ഞത് താങ്കളുടെ പക്കൽ വലിയൊരു മാഫിയ ഉണ്ട്, അതുകൊണ്ട് താങ്കൾക്ക് ആരെ എന്ത് വേണമെങ്കിലും ചെയ്യാം, കൊലപാതകം കൂടെ ചെയ്യാൻ സാധിക്കുമെന്നാണ്. സാർ, ഇത് മീഡിയയുടെ വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ സങ്കല്പമായിരിക്കാം. പക്ഷേ യഥാർത്ഥ ജീവിതമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അതായത് ഇതുവരെ എൻ്റെ ഈ ജീവിതത്തിൽ ഉടനീളം ഒരു സംഭവം പോലുമില്ല. അതായത് ഒരാളെ കടത്തിയെന്നോ ഭീഷണിപ്പെടുത്തിയെന്നോ ബ്ലാക്ക് മെയിൽ ചെയ്തെന്നോ. പക്ഷേ യാദവ് സാർ, ഇത് സത്യമല്ലേ? ഉത്തർപ്രദേശ് പോലീസിന്റെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ താങ്കളുടെ മേൽ മർഡർ കേസുകളുണ്ട്, കൊള്ളയടിച്ച കേസുകളുണ്ട്, കിഡ്നാപ്പിംഗ് കേസുകളുണ്ട്, അതുപോലെ പല കേസുകൾ. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പോലീസിന്റെ ഒരു ഭീകര മുഖം എന്താന്ന് വെച്ചാൽ, അതായത് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനു വേണ്ടി മുന്നിൽ നിന്ന് ശബ്ദമുയർത്തുന്ന ഒരു വിദ്യാർത്ഥിയെ അവന്റെ പേരിൽ ക്രിമിനൽ കേസുകൾ ചുമത്തി അവനെ ജയിലിലേക്ക് അയച്ച കാര്യം അറിയാമല്ലോ. താങ്കളും ഒരു കാലത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരുന്നല്ലോ. ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരു ക്രിമിനൽ കേസ് അതിനുള്ള കാരണം സമൂഹത്തിൽ പലരും എപ്പോഴും ഒരു ഡിഫെൻസീവ് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഒഫൻസീവ് മീഡിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ പൊതുജീവിതത്തിൽ നിങ്ങൾ ഒഫൻസീവ് പ്ലേ ചെയ്തിട്ടുണ്ട്. താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കളുടെ മേൽ വലിയ വലിയ കേസുകൾ ഇല്ലെന്നാണ്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്ത ഒരു വലിയ ലിസ്റ്റ് എന്റെ പക്കലുണ്ട്. ഇതിൽ സെക്ഷൻ 307 കേസുണ്ട്, 302 സെക്ഷൻ കേസുണ്ട്, ഇതിൽ കവിനഗർ ഗാസിയാബാദ് സ്റ്റേഷനിലെ കേസുണ്ട്, താനിഗേറ്റ് ഗാസിയാബാദ് കേസുണ്ട്, മൗത്വാലി ഗാസിയാബാദ് കേസുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഈ ലിസ്റ്റ് ഇതിനെയാണോ നിങ്ങൾ ഓതന്റിക് ലിസ്റ്റ് എന്ന് പറയുന്നത്? ഓതന്റിക് ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഞാനത് അങ്ങോട്ട് തരാം. കോളേജ് കാലങ്ങളിൽ ഞങ്ങളെ കുടുക്കിയ ആ കേസിൽ, അതായത് ആ കേസിൽ നിന്ന് ഞാൻ മുക്തനായി കോടതി വിധി വന്നതാണ്. അതിൽ 302 വകുപ്പ് ചേർത്തിട്ടേയില്ല. ഇത് ഇലക്ഷന്റെ സമയത്ത് പുറത്തു വരുന്ന ഒരു ലിസ്റ്റാണ്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷണറാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ലിസ്റ്റ് ടൈപ്പ് ചെയ്യപ്പെട്ട ലിസ്റ്റാണ്. ഇത് ഓതന്റിക് പേപ്പർ അല്ല. ഇതിൽ സർക്കാരിന്റെ ഔദ്യോഗിക മുദ്രകളൊന്നുമില്ല. പറയൂ. ഇപ്പൊ ഞാൻ ഇതിൽ ചാലഞ്ച് ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് മീഡിയയുടെ ഭാഷ വളരെ നന്നായിട്ട് അറിയാം. അതായത് 1991 താങ്കളുടെ മേൽ നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഉപയോഗിച്ച് താങ്കളെ ജയിലിലടച്ചത് സത്യമല്ലേ? തീർച്ചയായും. അതായത് രാഷ്ട്രീയ പകപോക്കലിനായി ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാർ കാരണം അതിന്റെ പരിണിത ഫലങ്ങൾ ഞാനും എന്റെ കുടുംബവും ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിന്ന് നിങ്ങളുടെ മീഡിയയിൽ ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഗാസിയാബാദ് SSP ശൈലത് കാന്ത് മിശ്ര അദ്ദേഹം മോസ്റ്റ് വാണ്ടഡ് എന്നുള്ള പോസ്റ്റർ ഒട്ടിച്ചത് സത്യമല്ലേ? ഇതും സത്യമല്ലേ. ഞാൻ UP മിനിസ്റ്റർ ആയിരുന്നപ്പോ അന്ന് ശൈലജാകാന്ത് SSP ആയിരുന്നു. അപ്പോ ബുലൻസ് എന്നൊരു ഏരിയയില് ഞങ്ങളുടെ വ്യാപാരികൾക്കിടയിലുള്ള ഒരാളുടെ മേൽ ഒരു കൊള്ളയടിച്ച കേസുണ്ടായിരുന്നു. ആ കേസ് 24 മണിക്കൂറിനുള്ളിൽ ആ കേസ് അന്വേഷിച്ച് സത്യാവസ്ഥ കണ്ടെത്തണമെന്ന് അന്ന് ഞാൻ ശൈലജാകാന്തിനോട് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ മന്ത്രിപദം രാജിവെക്കുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്ത് വേറെ നാട്ടിലേക്ക് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. ഇതാണ് തർക്കത്തിനുള്ള ഒരു അടിസ്ഥാനം. പിന്നീട് BJP സർക്കാർ ഭരണത്തിൽ വന്നു. BJP ഞങ്ങൾക്ക് എതിരായ മുഖങ്ങളുള്ള ഒരു വലിയ പാർട്ടിയാണ്. ആ ലൈനിൽ തന്നെ ഞങ്ങളെ നിർത്തിക്കൊണ്ട് ശൈലജാകാന്തിന് SSP ആയി ഒരു കാലഘട്ടത്തിൽ താങ്കൾ BJPയിൽ ചേർന്നതൊക്കെ സത്യമല്ലേ? ചേർന്നത് സത്യം തന്നെയാ. ചില സമയത്ത് ജീവിതത്തിൽ സാഹചര്യങ്ങൾ അങ്ങനെ ആക്കി തീർക്കും. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാൻ കഴിയും. അതായത് ഞാൻ ഹൗസിലായിരുന്നു. ആ ഹൗസിൽ എനിക്കൊരു അഷുറൻസ് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരുന്ന പോലീസ് നടപടികൾ ഞങ്ങളെ മനഃപൂർവ്വം പല കാര്യങ്ങളിലും അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് എന്റെ കുടുംബത്തിന്, കുട്ടികൾക്ക് BJP സർക്കാരിലൂടെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി, അതായത് കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഏതെങ്കിലും രീതിയിൽ സാക്രിഫൈസ് ചെയ്തല്ലേ പറ്റൂ, ഒരു സഹോദരൻ, ഒരു സഹോദരി. അതുകൊണ്ടാണ് ഞാൻ കുടുംബത്തെ മറികടന്ന് രാഷ്ട്രീയത്തിൽ തുടരാമെന്ന് തീരുമാനിച്ചത്. നമുക്ക് ഇത് ഇങ്ങനെ എടുത്താൽ താങ്കൾ BJPയുടെ ഒപ്പം ഡീൽ ഒരു കാര്യം മനസ്സിലാക്കണം. ജീവിതത്തിലെ ഡീല് പറയുന്നവരെല്ലാം തന്റെ ജീവിതത്തെയും കുടുംബത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അത് ചെയ്തേ പറ്റൂ. എനിക്കെല്ലാം ഇവിടെ തുറന്നു പറയാൻ കഴിയില്ല. അതൊക്കെ താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷേ ചില സമയങ്ങളിൽ ചില മനുഷ്യർക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ട നിർബന്ധമുണ്ടാവുന്നു. ഇന്നും എനിക്ക് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത വേദനയും വിഷമവും ഒക്കെ തോന്നാറുണ്ട്. BJPയിൽ ചേരാനുള്ള തീരുമാനമെടുത്തതിൽ.
സമാജ്വാദി പാർട്ടി ആണെങ്കിലും ശരി, BJP ആണെങ്കിലും DSP ആണെങ്കിലും അല്ല, താങ്കളുടെ അടുത്ത് നിങ്ങൾ- ശക്തി ഉള്ളതുകൊണ്ട് താങ്കൾ ആവശ്യമാണെന്ന് അവർ കരുതുന്നു. അല്ല, നിങ്ങൾ വലിയ പാർട്ടികളുടെ പേര് നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞല്ലോ. ഇനി ഇതിൽ എനിക്കെന്താ പറയാനുള്ളത്? അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം താങ്കളുടെ അടുത്തുള്ള പവറും താങ്കളുടെ ശക്തിയും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ അല്ലല്ല, ചെയ്യുന്നതെന്നാണ്. അവർക്ക് വേറെ നന്നായിട്ട് ഒന്നിനും അറിയാം ആയിരിക്കില്ല. കോടിക്കണക്കിന് ജനങ്ങൾ എന്റെ പുറകിലുണ്ടെന്ന്. കോടിക്കണക്കിന് യുവാക്കളുടെ സപ്പോർട്ടും കർഷകരുടെ സപ്പോർട്ടും തൊഴിലാളികളുടെ സപ്പോർട്ടും എനിക്കുണ്ടെന്ന് അവർക്ക് മറ്റൊരു നന്നായിട്ട് അറിയാം. കാര്യമുണ്ട്. BSPയുടെ നേതാവായ മായാവതി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, താങ്കൾ ബഹുജൻ സമാജ്വാദി പാർട്ടി ചേർന്നപ്പോൾ എനിക്ക് മസിൽ പവർ ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. മുലായം സിംഗിന്റെ അടുത്ത് രാജാഭയ്യ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് DP യാദവ് ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേയില്ല, ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത്, രജിസ്ട്രാർ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് സത്യമേതാണ് കള്ളമേതാണെന്ന് അങ്ങ് മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും തന്നെ ദൂരദർശനിൽ കണ്ടു കാണും. സഹോദരി മായാവതിജി അന്ന് പറഞ്ഞതാണ്, ഇന്നു തൊട്ട് DP യാദവ്, ബാലിശ്വർജി, മെമ്പർ ഓഫ് പാർലമെന്റ് ഞങ്ങളുടെ ഭാഗത്താണെന്ന് അന്ന് പറഞ്ഞു. പാവപ്പെട്ട ജനങ്ങൾക്കും സമൂഹത്തിനും അന്യായം നടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ പ്രദേശങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അന്യായങ്ങൾക്കെതിരായി DP യാദവിനോടൊപ്പം മറ്റെല്ലാവരും ഞങ്ങളുടെ പാർട്ടിയിൽ യാദവ് ചേർന്നു സാർ, എന്ന് പറഞ്ഞു. ഇത് ഡിസംബർ 29, 2004 സംഭവിച്ചതാണ്. വൈകുന്നേരം 4 മണിക്ക് നടന്ന പ്രസ് കോൺഫറൻസിൽ മായാവതി പറഞ്ഞത്, എനിക്ക് മുലായത്തിന്റെ രാഷ്ട്രീയത്തിനെ എതിർക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു മസിൽ പവർ ആവശ്യമാണ്. മുലായത്തിന്റെ അടുത്ത് രാജയുണ്ടെങ്കിൽ എന്റെ അടുത്ത് DP യാദവ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ നിങ്ങളുടെ താങ്കളുടെ മെമ്മറിയിൽ memory കുറച്ച് ചെറുതായിട്ടൊരു confuse ആവുന്നു. കറക്ഷൻ നടത്തിക്കളെ. രാജാഭയ്യ ഇപ്പോ UP-യിൽ മിനിസ്റ്ററാണ്. ഒരുപക്ഷെ സഹോദരി മായാവതി അവർ മസിൽ പവറിന് പറഞ്ഞത് വേണ്ടിയാണ് താങ്കൾ ആവശ്യമെന്നാണ് മായാവതി പറഞ്ഞിരിക്കുന്നത്. അല്ലല്ല, മസിൽ പവറൊന്നുമല്ല. ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ അടുത്ത്, ഞങ്ങളുടെ പുറകിൽ ഈ രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കളുണ്ട്. ജനാധിപത്യത്തിൽ ഇതാണ് വലിയ ശക്തി. ഇതിൽ പരം വലിയ ശക്തി എന്താ വേണ്ടത്? രാഷ്ട്രീയത്തിൽ ശരിക്കും യഥാർത്ഥ ശക്തി എന്താണ്? ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ തോക്കാണ് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോ സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത്.